ഹലോ, വെൽക്കം ടു ഷൈവിൻ സൊല്യൂഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഫജാൻസ് റൂളാണ്. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കാണ് ഫജാൻസ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. കെമിസ്ട്രി ഡിസ്കസ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ഒക്കെ ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു കെമിസ്ട്രി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫജാൻസ് റൂളിലേക്ക് കടക്കാം. അപ്പോൾ ഫജാൻസ് റൂള് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഫജാൻസ് റൂള് ഡിസ്കസ് ചെയ്യുന്നത് അയണിക് ബോണ്ടിലെ, നമുക്കറിയാം ഒരു NaCl എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ NaCl അയണിക് ബോണ്ടാണെന്ന് നമുക്കറിയാം അല്ലേ. എന്നാൽ നമുക്കതിനെ പൂർണ്ണമായിട്ടും അയണിക് എന്ന് പറയാൻ പറ്റില്ല. ചെറിയ ഒരു കോവാലൻ്റ് ക്യാരക്ടർ എല്ലാ അയണിക് മോളിക്യൂളിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ബോണ്ടിനെയും പ്യുവർ കോവാലൻ്റ് എന്നോ പ്യുവർ അയണിക് എന്നോ പറയാൻ പറ്റില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫജാൻസ് റൂളിൽ സംസാരിക്കുന്നത് അയണിക് കോമ്പൗണ്ട്സിലെ കോവാലൻ്റ് ക്യാരക്ടറിനെ പറ്റിയാണ്. എത്രമാത്രം കോവാലൻ്റ് ക്യാരക്ടർ ഓരോ അയണിക് മോളിക്യൂളിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഫജാൻസ് റൂൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഒരു അയണിക് മോളിക്യൂളിൽ കോവാലൻ്റ് ക്യാരക്ടർ ഉണ്ടാവാനുള്ള കാരണം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അയണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും എടുക്കാറുള്ളത് NaCl ആണ്. നമുക്ക് NaCl ക്രിസ്റ്റൽസ് തന്നെ എടുക്കാം. അപ്പോൾ NaCl എന്ന് പറയുന്നതിൽ Na പ്ലസും Cl മൈനസും ഉണ്ടാവും അല്ലേ. ഇങ്ങനെ ഉണ്ടാവുക, Na പ്ലസും Cl മൈനസും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും സാധാരണഗതിയിൽ പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ചെറുതും നെഗറ്റീവ് ചാർജുള്ള അയോൺസ് വലുതുമായിരിക്കും. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. കാറ്റയോൺസ് ചെറുതും ആനിയോൺസ് വലുതുമായിരിക്കും. അപ്പം ഈ നോർമലി അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഫ്ലൂറിന് ഒഴികെ ബാക്കി എല്ലാ സിറ്റുവേഷനിലും ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പം നോർമലി ഇങ്ങനെ പ്യുവർലി സ്ഫെറിക്കലായിട്ടാണ് ഈ നെഗറ്റീവ് ചാർജ് വേണ്ടതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് കൊണ്ട് എന്ത് സംഭവിക്കും? ഇതിന് ചെറിയൊരു മാറ്റം വരും. ഈ പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് കൊണ്ട് ഈ നെഗറ്റീവ് ചാർജിൻ്റെ രൂപം, അതായത് ഈ ആനിയോൺസിൻ്റെ രൂപം എന്ത് ചെയ്യും? ഇങ്ങനെയായിട്ടൊന്ന് മാറും. എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് ചാർജുള്ള ആനിയോൺസിനെ അട്രാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പുള്ളി ചെയ്യും. ഇലക്ട്രോൺ ക്ലൗഡിനെ ഇങ്ങനെ അടുത്തേക്ക് പുള്ളി ചെയ്തിട്ട് ഇതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ ഷേപ്പ് മാറും. അതായത് ഇവിടെ അത് പോളാരിറ്റി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ നെഗറ്റീവ് ചാർജിനെ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ക്ലൗഡിനെ പോസിറ്റീവിൻ്റെ അടുത്തേക്ക് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ ഷേപ്പ് ഇങ്ങനെയാവും. അതായത് ഇതിനെ പോളറൈസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ പോളറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് കോവാലൻ്റ് ബോണ്ടിൻ്റെ ക്യാരക്ടറിലേക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് പ്യുവർലി അയണിക് അല്ല. ഈ പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് കൊണ്ട് ഇതിനൊരു കോവാലൻ്റ് ക്യാരക്ടർ ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എത്രമാത്രം ഈ ഇലക്ട്രോൺ ക്ലൗഡിനെ ഈ പോസിറ്റീവ് ചാർജ് പുള്ള് ചെയ്യുന്നുണ്ട് എന്നും എത്രമാത്രം ഇതിൻ്റെ സ്ഫെറിക്കൽ നേച്ചർ മാറിയിട്ട് ഇതിനൊരു എന്താ പറയുക, ഒരു ഓവൽ ഷേപ്പാണ് വരുന്നത് അല്ലേ, ആ ഷേപ്പിലേക്ക് വരുന്നുണ്ടെന്നും പറയുന്നതാണ് നമ്മുടെ ഫജാൻസ് റൂൾ. അതായത് എത്രമാത്രം കോവാലൻ്റ് ക്യാരക്ടർ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഫജാൻസ് റൂൾ പറയുന്നത്. അത് എങ്ങനെയായിരിക്കും പറയാമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫജാൻസ് റൂൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്നാമത്തത് പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ, അതായത് കാറ്റയോണിൻ്റെ ഇലക്ട്രോണിനെ വലിക്കാനുള്ള കഴിവ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നോക്കാനുള്ളത് എന്താ വെച്ചാൽ നെഗറ്റീവ് ആനയോണിൻ്റെ പോളറൈസേഷൻ, അതായത് എത്രമാത്രം അതിന് ഈ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ള ആനയോണിൻ്റെ സംഭവിച്ച്. അതായത് നമ്മൾ കാറ്റയോണിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഈ പ്രോബ്ലത്തെ നോക്കിക്കാണും, ആനയോണിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കിക്കാണും. അപ്പോൾ ഓരോന്നിൻ്റെ ഈ ഡിസ്റ്റോർഷൻ നടക്കാനുള്ള എബിലിറ്റി എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ ആണ്. പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്നാമത്തത് ചാർജ് ഓഫ് കാറ്റയോൺ, കാറ്റയോണിൻ്റെ ചാർജാണ്. അതായത് നമുക്കറിയാം എന്താണ് പോസിറ്റീവ് ചാർജിൻ്റെ, ഇതാണ് നമ്മുടെ പിക്ചർ നമ്മൾ വരച്ചിരിക്കുന്നത്. നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റീനെ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് വന്നിട്ട് അല്ല, നെഗറ്റീവ് ചാർജിൻ്റെ ക്ലൗഡിനെ, ഇലക്ട്രോൺ ക്ലൗഡിനെ ഇതും കൊണ്ട് പുള്ളിയാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് ഇതിന് പുള്ളി ചെയ്യാനുള്ള കഴിവ് കൂടും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതിൻ്റെ അകത്ത് പോളറൈസേഷൻ കൂടും. അപ്പോൾ എന്ത് സംഭവിക്കുക?
പോളറൈസബിലിറ്റി കൂടുന്ന സമയത്ത് കോവാലന്റ് ക്യാരക്ടർ കൂടും. അപ്പോൾ പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ പോളറൈസേഷൻ കൂടും, എന്താണ് കോവാലന്റ് ക്യാരക്ടർ കൂടും. രണ്ടാമത്തെ എന്താണ് സൈസ് ഓഫ് ദി കാറ്റയോൺ. സൈസ് ഓഫ് ദി കാറ്റയോൺ നമുക്കറിയാം എന്താണ്, സൈസ് കുറയുമ്പം ഇലക്ട്രോൺ ഡെൻസിറ്റി സൈസ് കുറയുമ്പോൾ എന്താ ചാർജ് ഡെൻസിറ്റി കൂടുക ചെയ്യുക അല്ലേ. സൈസ് ഈ പോസിറ്റീവ് ചാർജിൻ്റെ സൈസ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക, സൈസ് കുറയും, ആ ചാർജ് അതേപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജ് ഡെൻസിറ്റി കൂടും. അപ്പോൾ എന്താണ് അതിന് പുള്ളി ചെയ്യാനുള്ള കഴിവ് കൂടുകയാണ് ചെയ്യുക. അപ്പോഴും എന്താണ് ഡിക്രീസിങ് ദി സൈസ് കുറയുമ്പോൾ ഡിക്രീസിങ് സൈസ് increase the polarizability and increase the covalent character. ഓക്കെ, ഇതാണ് ഐഡിയ. ഇനി മൂന്നാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദാറ്റ് ഈസ് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഓക്കെ, സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് മൂന്നാമത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ നോക്കാം. എന്താണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ വേണം അല്ലേ. അപ്പോൾ എന്താ വരിക, NS2 NP6. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. ഇതാണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അതേ സമയത്ത് NS2 NP6 ND10 ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് ND10 കോൺഫിഗറേഷൻ. അപ്പോൾ അതെപ്പോഴെല്ലാം വരിക, നമുക്കറിയാം കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ S2D9 ആണ് അല്ലേ. അതായത് നമ്മൾ S2D9 എന്നല്ല നമ്മൾ എഴുതുക, S1D10 എന്നാണ് എഴുതുക. ഇതാണ് കോപ്പറിൻ്റെത്. കോപ്പറിൻ്റെ താഴെ ഏതെല്ലാം ഉള്ളത്, കോപ്പറിൻ്റെത് സിൽവർ ഗോൾഡ്, കോപ്പർ സിൽവർ ഗോൾഡിനൊക്കെ ഇതേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, S1D10 ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാവുന്ന സമയത്ത്, ഇതൊക്കെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാവുന്ന സമയത്ത് എന്താവും, S0D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവും. അതായത് S എന്ന് പറയുന്നത് ഇതിൻ്റെ N+1S ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്താ വരിക, അതായത് S എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ S ആണ് വരിക. അതായത് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ NS2 NP6 ND10 N+1 S1 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അതായത് ഇതിപ്പോൾ 3 ആണെങ്കിൽ 3s2 3p6 3d10 4s1 ആണ് കോപ്പറിൻ്റെ വരിക. ഓക്കെ, അത് സിൽവറിൻ്റെയും ഗോൾഡിൻ്റെ ഒക്കെ ആകുമ്പോൾ ഇതൊക്കെ 3ക്ക് പകരം 4ഉം 5 ഒക്കെ ആവും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെയുള്ള ഇലക്ട്രോൺ ആണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് വരിക. റെഡിയല്ല, ഇതാണ് കോപ്പറിൻ്റെ വരിക. കോപ്പർ +1 എന്ന് പറയുമ്പോൾ ഈ എസ്സിലുള്ള ഇലക്ട്രോൺ ആണ് പോവുക. അപ്പോൾ എന്താണ് D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും. കോപ്പർ +1 അല്ലെങ്കിൽ സിൽവർ +1 ഗോൾഡ് +1 എന്നൊക്കെ പറയുമ്പോൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെയുള്ളതാണ് സിങ്കിൻ്റെ ഗ്രൂപ്പ് അല്ലേ. സിങ്കിൻ്റെ എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക, സിങ്കിൻ്റെത് S2D10 ആണ് വരിക. ഓക്കെ, അപ്പോൾ സിങ്ക് ഏതെല്ലാം വരിക, സിങ്കിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത് ഏതെല്ലാം, D10 കോൺഫിഗറേഷൻ ഉണ്ട്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. സിങ്ക്, കാഡ്മിയം, മെർക്കുറിക്ക് എന്താണ് വരുന്നത്, D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അവരൊക്കെ എന്താണ് 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആകുമ്പം ഈ ഇലക്ട്രോൺ നഷ്ടപ്പെടും. അവരും എന്താവും സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ തരും. അതായത് കോപ്പറിൻ്റെ ഗ്രൂപ്പിലുള്ള ഈ ഗ്രൂപ്പിലുള്ള +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത്, സിങ്കിൻ്റെ ഗ്രൂപ്പിലുള്ള +2 ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള സ്പീഷീസുകൾ, ഇവരൊക്കെ എന്താണ് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ തരുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള കാറ്റയോൺസ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള കാറ്റയോൺസിന് പോളറൈസിങ് പവർ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സിസ്റ്റം വരുമ്പോൾ
പോളറൈസിങ് പവർ വളരെ കൂടുതലാണ്, അവയ്ക്ക് കോവാലൻ്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഇതാണ് നമ്മൾ പോളറൈസിങ് പവർ ഓഫ് കാറ്റയോണിനെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ള 3 പോയിന്റുകൾ. 1 ചാർജാണ്, 2 സൈസാണ്, 3 സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനാണ്. ഇനി നമുക്ക് ആനയോണിനെ പറ്റി സംസാരിക്കാം. ഇപ്പോൾ ആനയോണിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്: ഇതൊരു പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് നെഗറ്റീവ് ചാർജുള്ളതിനെ അട്രാക്ട് ചെയ്യുന്നു. ഇതിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്തിട്ട് ഇതിനെ ഈ രൂപത്തിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇങ്ങനെയാക്കി മാറ്റുന്നു അല്ലേ? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ ഇതിങ്ങോട്ട് പുള്ളി ചെയ്യുന്നു. അപ്പോൾ പോസിറ്റീവ് ചാർജിനെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോൾ, കാറ്റയോണിനെ പറ്റി സംസാരിച്ചപ്പം ഈ ഇലക്ട്രോൺ ക്ലൗഡിനെ എത്രമാത്രം എഫക്റ്റീവായിട്ട് ഇതിനിങ്ങോട്ട് വലിക്കാൻ പറ്റുന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇതിന് ആനയോണിനെ പറ്റി സംസാരിക്കുമ്പോൾ എത്ര എളുപ്പത്തിൽ ഈ ഇലക്ട്രോൺ വലിക്കലിന് വിധേയമാവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, എത്ര എളുപ്പത്തിൽ ഇതിൻ്റെ ഇലക്ട്രോണിനെ ഇതിന് വിട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ട്, എത്ര എളുപ്പത്തിൽ പോസിറ്റീവ് ചാർജിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ഈ നെഗറ്റീവ് ചാർജിന് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കാര്യങ്ങൾ തന്നെയേ അതിലുള്ളൂ. എന്താണ്? ഒന്ന് ചാർജും ഒന്ന് സൈസുമാണ്. ചാർജ് ഓഫ് ആനയോൺ. ഒന്നാമത്തെ കാര്യം എന്താണ്? ചാർജ് ഓഫ് ആനയോൺ ആണ്. ഇപ്പോൾ ആനയോണിൻ്റെ മുകളിലുള്ള ചാർജ് ഡെൻസിറ്റി, അതായത് ചാർജ് ഡെൻസിറ്റി കൂടുമ്പോൾ നമുക്കറിയാം എന്താണ്? പോസിറ്റീവ് ചാർജ് വരുന്ന സമയത്ത് കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എളുപ്പത്തിൽ വലിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് വരിക? ചാർജ് ഡെൻസിറ്റി കൂടുമ്പോൾ, ചാർജ് ഓൺ ആനയോൺ കൂടുമ്പോൾ എന്ത് ചെയ്യും? പോളറൈസിങ് പവർ കൂടും, കോവാലൻ്റ് ക്യാരക്ടർ കൂടും. ഓക്കെ, അപ്പോൾ ആനയോണിൻ്റെ ചാർജ് കൂടുമ്പോൾ പോളറൈസിങ് പവർ കൂടും, പോളറൈസേഷനിൽ വിധേയമായുള്ള അതിൻ്റെ കഴിവ് കൂടും, അതേപോലെ തന്നെ എന്ത് ചെയ്യും? കോവാലൻ്റ് ക്യാരക്ടർ കൂടും. രണ്ടാമത്തെ എന്താണ്? സൈസാണ്. ഓക്കെ, ഇപ്പോൾ സൈസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കറിയാം സൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ന്യൂക്ലിയസിന് അകലെയായിരിക്കും ഇലക്ട്രോൺ ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജിന് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യും? ആ ഇലക്ട്രോണിനെ അതിൻ്റെ അടുത്തേക്ക് വലിക്കാൻ പറ്റും. അപ്പോഴും എന്താണ് സംഭവിക്കുക? സൈസ് ഇൻക്രീസസ്, പോളറൈസിങ് പവർ ഇൻക്രീസസ്, കോവാലൻ്റ് ക്യാരക്ടർ ഇൻക്രീസസ്. ഇതാണ് കാര്യങ്ങൾ. റെഡിയാണല്ലോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫജാൻസ് റൂൾ വെച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്താൽ എന്താ പറയുക? ഫജാൻസ് റൂൾ വെച്ചിട്ട് നമ്മൾ എന്താ പറയുന്നത്? കോവാലൻ്റ് ക്യാരക്ടർ, അയോണിക് കോമ്പൗണ്ട്സിലുള്ള കോവാലൻ്റ് ക്യാരക്ടറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. കോവാലൻ്റ് ക്യാരക്ടർ എത്രമാത്രം കൂടുന്നുണ്ട് കുറയുന്നുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. പോളറൈസേഷൻ കൂടുന്ന സമയത്ത് എന്താണ്? കോവാലൻ്റ് ക്യാരക്ടർ കൂടുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കാറ്റയോണിൻ്റെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് സമ്മറൈസ് ചെയ്യുന്നത്? ഒന്നാമത്തെ, കാറ്റയോണിൻ്റെ ചാർജ് കൂടുമ്പോൾ എന്ത് ചെയ്യും? പോളറൈസിങ് പവർ കൂടും, കോവാലൻ്റ് ക്യാരക്ടർ കൂടും. രണ്ടാമത്തത് എന്താ പറഞ്ഞത്? കാറ്റയോണിൻ്റെ സൈസ് കുറയുമ്പോൾ പോളറൈസിങ് പവർ കൂടും, കോവാലൻ്റ് ക്യാരക്ടർ കൂടും. മൂന്നാമത്തത്, സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വരുന്ന സമയത്ത് പോളറൈസിങ് പവർ കൂടും, കോവാലൻ്റ് ക്യാരക്ടർ കൂടും. നാലാമത്തത്, ആനയോണിൻ്റെ ചാർജ് കൂടുമ്പോൾ പോളറൈസിങ് പവർ കൂടും, കോവാലൻ്റ് ക്യാരക്ടർ കൂടും. അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്താ? ആനയോണിൻ്റെ സൈസ് കൂടുമ്പോൾ പോളറൈസിങ് പവർ കൂടും, കോവാലൻ്റ് ക്യാരക്ടർ കൂടും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാൻ. ഇതാണ് ഫജാൻസ് റൂൾ പറയുന്നത്, ഈ 5 പോയിന്റുകൾ. ഇതാണ് ഫജാൻസ് റൂൾ പറയുന്നത്, വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനിലേക്ക് കിടക്കാം. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. അപ്പോൾ എന്താണ് നമ്മുടെ ഫജാൻസ് റൂളിൻ്റെ അപ്ലിക്കേഷനായിട്ട് ചോദിക്കുക? ഇതിൻ്റെ അപ്ലിക്കേഷൻ ചോദിക്കാറുള്ളത് പ്രധാനമായിട്ടും 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ഒന്ന്, നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ കോവാലൻ്റ് ക്യാരക്ടർ, അയണിക് ക്യാരക്ടർ തന്നെ അതേപോലെ തന്നെ ചോദിക്കും. അതല്ലാതെ 2 രീതിയിലാണ് ചോദിക്കുക. അതായത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചോദിക്കുക. ഒന്ന് എന്താണ്? ഒന്നാമത്തത് സൊല്യൂബിലിറ്റിയാണ്. രണ്ടാമത്തെ എന്താണ് ചോദിക്കുക എന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ എഴുതാൻ. അതായത് കുറേ മോളിക്യൂൾസ് വരും, എന്നിട്ട് അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൻ്റെ അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ എഴുതാൻ പറയും. അല്ല എങ്കിൽ എന്താണ്? സൊല്യൂബിലിറ്റീൻ്റെ ഓർഡർ എഴുതാൻ പറയും. ഈ 2 കാര്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈ കോവാലൻ്റ് ക്യാരക്ടർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ നമുക്ക് മനസ്സിലായി. ഇനി സൊല്യൂബിലിറ്റിയും മെൽറ്റിംഗ് പോയിന്റും ഒക്കെ എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് വളരെ എളുപ്പമാണ്. നമുക്കറിയാം അയണിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം സോഡിയം ക്ലോറൈഡ് അയണിക്കാണ് നമുക്കറിയാം. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് അയണിക് ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്താ? അയണിക് ക്യാരക്ടർ വാട്ടറിൽ ഹൈലി സൊല്യൂബിൾ ആയിരിക്കും. നമുക്കറിയാം നമ്മൾ എന്താണ്
നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. ഉപ്പ് വെള്ളത്തിൽ വളരെ എളുപ്പത്തിൽ അലിയുന്നതാണ്. അതേ സമയത്ത് കോവാലൻ്റ് ക്യാരക്ടറുള്ള ഓർഗാനിക് സംയുക്തങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഓയിൽസ് അല്ലേ, ഓയിൽസ് അല്ല എങ്കിൽ നമ്മുടെ ഓർഗാനിക് സംയുക്തങ്ങളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പെട്രോൾ, ഡീസൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നമ്മളെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല. അതേ സമയത്ത് അയണിക് സംയുക്തങ്ങൾ പെട്ടെന്ന് വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. നമ്മൾ ഉപ്പ് പോലെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. അപ്പം അയണിക് ക്യാരക്ടർ കൂടുകയാണെങ്കിൽ സൊല്യൂബിലിറ്റി ഇൻ അയണിക് കോമ്പൗണ്ട്സ്, അയണിക് സോൾവെൻസിൽ എന്തായിരിക്കും, സൊല്യൂബിലിറ്റി വളരെ കൂടുതലായിരിക്കും. നമ്മൾ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് അയണിക് കോമ്പൗണ്ടിലെ സൊല്യൂബിലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അയണിക് ക്യാരക്ടർ കൂടുമ്പോൾ എന്താണ്, സൊല്യൂബിലിറ്റി കൂടും. കോവാലൻ്റ് ക്യാരക്ടർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് നോക്കാനുള്ളത് ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് ആണ്. അയണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രോങ് ബോണ്ടാണ്, നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് തമ്മിലുള്ള സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലായിരിക്കും. അതേ സമയത്ത് കോവാലൻ്റ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത്ര സ്ട്രോങ് അല്ല, അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ ലോ ടെമ്പറേച്ചറിൽ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം ഓർഗാനിക് സോൾവെൻറ്റുകളൊക്കെ അങ്ങനെയാണ് അല്ലേ, വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ അതെന്ത് ചെയ്യും, വേപ്പറൈസ് ചെയ്യും. അതേസമയത്ത് വാട്ടർ നമുക്ക് ആൽക്കഹോൾ നമ്മൾ എപ്പോഴും കാണുന്ന സാധനമാണ്. പെട്രോളൊക്കെ എന്താണ് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യും അല്ലേ, ലോ ടെമ്പറേച്ചറിൽ തന്നെ പെട്രോളൊക്കെ ഇവാപ്പറേറ്റ് ചെയ്യും. ആൽക്കഹോൾസ് നമുക്കറിയാവുന്നതാണ്. ആൽക്കഹോൾസിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 78 ആണ് അല്ലേ, വാട്ടറിൻ്റെ എന്ന് പറയുന്നത് നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഓർഗാനിക് സോൾവെൻസ് എന്ത് ചെയ്യും, പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും വളരെ കുറവാണ്. വാട്ടർ പോലുള്ള സാധനങ്ങൾ അയണിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ എന്താണ്, അതിന് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഹൈ ആണ്. അതായത് അയണിക് കോമ്പൗണ്ട്സിൻ്റെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും കൂടുതലായിരിക്കും. അയണിക് ക്യാരക്ടർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും കൂടും. കോവാലൻ്റ് ക്യാരക്ടർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും കുറയും. ഇങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഐഡിയ. അപ്പോൾ നമുക്ക് കുറച്ച് മോളിക്യൂൾസ് എടുത്തിട്ട് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കോവാലൻ്റ് ക്യാരക്ടറാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ കോവാലൻ്റ് ക്യാരക്ടർ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, ഇത് ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിലോട്ട് താഴോട്ട് വരുന്നതാണ്. ഈ 3 കേസിലും ക്ലോറിനാണ് ആനിയോൺ വരുന്നത്, കാറ്റയോൺ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്താൽ മതി. നമുക്കറിയാം മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്താണ്, സൈസ് കൂടും. ഏറ്റവും ചെറുത് ഏതാണ്, സോഡിയം ആണ്. അപ്പോൾ ഏറ്റവും ചെറുതാകുമ്പോൾ എന്താണ്, നന്നായിട്ട് പോളറൈസേഷൻ നടക്കും. അപ്പോൾ കോവാലൻ്റ് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഏതിനാണ്, പോളറൈസേഷൻ ഏറ്റവും കൂടുമ്പോൾ കോവാലൻ്റ് ക്യാരക്ടർ കൂടും. ഏറ്റവും കൂടുതൽ കോവാലൻ്റ് ക്യാരക്ടർ ഉണ്ടാവുക ഇങ്ങനെയാണ് ഉണ്ടാവുക, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം ഇങ്ങനെയാണ് വരിക. അടുത്ത എക്സാമ്പിൾ ഇതാണ്, BCl2 MgCl2 CaCl2. ഇതിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ നമ്മളെങ്ങനെ പറയാം, ഇതിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ നമുക്കറിയാം ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം ആണ്. താഴോട്ട് വരുമ്പോൾ സൈസ് കൂടും. സൈസ് കുറയുമ്പോഴാണ് എന്ത് ചെയ്യുക, പോളറൈസബിലിറ്റി കൂടുക, കോവാലൻ്റ് ക്യാരക്ടർ കൂടുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ബെർലിയത്തിനായിരിക്കും, പിന്നെ മഗ്നീഷ്യം ഇങ്ങനെയായിരിക്കും വരിക. കോവാലൻ്റ് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇതിനാണ്. അടുത്ത ചോദ്യം ഞാൻ പറയുന്നത് സൊല്യൂബിലിറ്റിൻ്റെ ഓർഡറാണ്. സൊല്യൂബിലിറ്റിയുടെ ഓർഡർ പറയണം. അപ്പം ഞാൻ മോളിക്യൂൾസ് തരാം. BeF2, MgF2, CaF2, ഇതാണ് മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസിൻ്റെ സൊല്യൂബിലിറ്റിൻ്റെ ഓർഡർ എഴുതുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കോവാലൻ്റ് ക്യാരക്ടറിൻ്റെ ആദ്യം എന്ത് ചെയ്യുക, കോവാലൻ്റ് ക്യാരക്ടറിൻ്റെ ഓർഡർ എഴുതുക. കോവാലൻ്റ് ക്യാരക്ടർ എങ്ങനെയാണ് വരിക, ഏറ്റവും കൂടുതൽ ഇത് 1, 2, 3 ആണെങ്കിൽ 1, 2, 3 ആണ് എന്ത് വരിക, കോവാലൻ്റ് ക്യാരക്ടർ വരിക. സൊല്യൂബിലിറ്റി എന്തായിരിക്കും, കോവാലൻ്റ് ക്യാരക്ടർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയുകയാണ് ചെയ്യുക. അയണിക് ക്യാരക്ടർ കൂടുമ്പോഴാണ് സൊല്യൂബിലിറ്റി കൂടുക. അപ്പോൾ എന്ത് ചെയ്യും, സൊല്യൂബിലിറ്റി എന്തായിരിക്കും വരിക, 3, 2, 1 എന്നുള്ള ഓർഡറിലായിരിക്കും സൊല്യൂബിലിറ്റിൻ്റെ ഓർഡർ വരിക. റെഡിയാണല്ലോ, ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ എഴുതാം. മെൽറ്റിംഗ് പോയിന്റ് മോളിക്യൂൾസ് ഉള്ളത് CA
Br2 CaCl2 CaI2 ഈ മോളിക്യൂൾസിൻ്റെ എന്താണ് മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോവാലൻ്റ് ക്യാരക്ടർ ഓർഡർ ചെയ്തോ. കോവാലൻ്റ് ക്യാരക്ടർ എന്താ വരിക, കോവാലൻ്റ് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക നമുക്കറിയാം എന്താണ്, സൈസ് കൂടുമ്പോൾ ആനയോണ്ട് ഇതിപ്പോൾ എന്താണ്, കാറ്റയോണിൻ്റെ സൈസൊക്കെ കാറ്റയോൺ ആണ്, കാൽസ്യം ആണ്, മറ്റേതാണ് മാറുന്നത്. അപ്പോൾ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആണ് എന്ത് വരിക, ആനിയോൺസിൻ്റെ. ഇത് നമുക്കറിയാം താഴോട്ട് പോകുമ്പോൾ സൈസ് കൂടുന്നു അല്ലേ. അപ്പോൾ ഏറ്റവും സൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, കോവാലൻ്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. അപ്പം അയഡിൻ വരുമ്പോഴാണ് കോവാലൻ്റ് ക്യാരക്ടർ ഏറ്റവും കൂടുതലുണ്ടാവും. അപ്പം ഇത് നമ്മൾ 1, 2, 3 എന്ന് എഴുതുകയാണെങ്കിൽ അയഡിനാണ് ഏറ്റവും കൂടുതൽ, കോവാലൻ്റ് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ അയഡിൻ വരും, പിന്നെ ബ്രോമിൻ വരും, പിന്നെ 1, പിന്നെ 2. ഇതാണ് ഓർഡർ വരുന്നത്. ഇതാണ് കോവാലൻ്റ് ക്യാരക്ടറിൻ്റെ ഓർഡർ വരുന്നത്. മെൽറ്റിംഗ് പോയിന്റ് എന്താണ് വരിക, മെൽറ്റിംഗ് പോയിന്റ് കൂടുക, അയണിക് ക്യാരക്ടർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കൂടുകയാണ് ചെയ്യുക. അപ്പം മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഓർഡർ എന്താ വരിക, മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ വരിക 2, 1, 3 എന്നുള്ളതാണ് മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ വരിക. കോവാലൻ്റ് ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ. സൊല്യൂബിലിറ്റിൻ്റെ ഓർഡറും അങ്ങനെ തന്നെയാണ് വരിക. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ഫജാൻസ് റൂളിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ബാക്കിയുള്ള പ്രോബ്ലംസ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലിടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. കെമിസ്ട്രി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിർബന്ധമായിട്ടും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.